ദുരന്തവും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ചാലയും അതിലൊന്നായിരുന്നു. കണ്ണൂർ ജില്ലയിലെ ചാലയുടെ കണ്ണീരടങ്ങാത്ത ആ ദുരന്ത കാഴ്ചയ്ക്ക് വേദന മാറാത്ത 100 ദിനങ്ങൾ കഴിയുന്നു. റോഡ് മാർഗം ഇന്ധനങ്ങളും അതേപോലെയുള്ള അപകടം നിറഞ്ഞ വസ്തുക്കളും കടത്തിക്കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ, പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചിന്ത ഉണർത്താൻ ചാല ദുരന്തം സഹായകമായിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് മറ്റ് പല ഭാഗങ്ങളിലും ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കാൻ ചാല ഒരു കാരണമായിട്ടുണ്ട്. 20 പേർ വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന 20 പേരാണ് മരണപ്പെട്ടത്. ഒട്ടേറെ നാശനഷ്ടങ്ങളുണ്ടായി. ആ ഓർമ്മ ഒരു പ്രദേശത്തിൻ്റെ ഒരു വലിയ ദുരന്ത സ്മരണയായിട്ട് തന്നെ എപ്പോഴും ഉണ്ടാവും. അതിനപ്പുറം ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മളിപ്പോഴും മറന്നുപോവുകയാണ്. റോഡ് മാർഗം എത്രമാത്രം സുരക്ഷിതമാണ് ഇവയൊക്കെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ചോദ്യമാണ് ആദ്യത്തേത്. അതിൽ തന്നെ അന്ന് ഈ ദുരന്തം നടന്ന ഉടനെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും ഉദ്യോഗസ്ഥരുമൊക്കെ പറഞ്ഞ ഒരു കാര്യം, ഇത്തരം അപകടകരമായ ടാങ്കറുകൾ പോകുമ്പോൾ ലോറിയിൽ ഈ ടാങ്കറിൽ ഡ്രൈവറും മറ്റൊരു ഡ്രൈവറും ഉണ്ടാവണമെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും അത് കൃത്യമായി പാലിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. അത് ഈയിടെ ചാലയിൽ തന്നെ നാട്ടുകാർ കുറേ ടാങ്കറുകൾ പിടിച്ചു വെക്കുകയുണ്ടായി. 1-2 ദിവസം അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒറ്റ ഡ്രൈവർ മാത്രമായിട്ട് പോകുന്ന ടാങ്കറുകൾ നാട്ടുകാർ തടഞ്ഞ് പിടിച്ചു വെച്ചു. അപ്പോൾ അവർ ഇതിൽ നമ്മുടെ നിയമത്തിൽ തന്നെയുള്ള ഒരു വ്യവസ്ഥ, ഇത്തരം ടാങ്കറുകളിൽ 2 ജീവനക്കാരില്ലെങ്കിൽ 500 രൂപയോ മറ്റോ പിഴയടച്ചാൽ, ചെക്ക് പോസ്റ്റിൽ പിഴയടച്ചാൽ അവർക്ക് യാത്ര തുടരാം എന്നുള്ളതാണ്. അതായത് ഒരു ടാങ്കറിലെ ഒരു ജീവനക്കാരന് ഒരു ദിവസം കൊടുക്കേണ്ട വേതനം അതിൻ്റെ പകുതി പിഴയായി അടച്ചാൽ തന്നെ ഇയാൾക്ക് സുഗമമായി കേരളത്തിലൂടെ യാത്ര പോകാം. പരിഹാരം കിട്ടിയാൽ തീരുന്ന ഒരു ഇതുമല്ല, ഇത് നഷ്ടമല്ല. അത് നഷ്ടപ്പെട്ട ഇത് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അതിപ്പോൾ IOCയും പിന്നെ മറ്റുള്ള കൂട്ടരും പറയുമ്പം ഗവൺമെൻറ്റും പറയും നഷ്ടപരിഹാരം കൊടുത്തിനല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ തിരിച്ചു കൊടുക്കാനായിരിക്കും കഴിയില്ലല്ലോ. അവരെ ഒരു കുടുംബത്തിലെ എല്ലാം നഷ്ടപ്പെട്ടു പോയ കൂട്ടർക്ക് ജീവിക്കുന്ന ഒരവസ്ഥ ഈ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കണ്ടേ.
കഴിഞ്ഞ ഉത്രാടത്തലേന്ന് പൊടുന്നനെയാണ് ചാല ഗ്യാസ് ടാങ്കർ അപകടം 20 ജീവിതങ്ങളെ കവർന്നെടുത്തത്. ഉറ്റവരുടെയും കൂട്ടുകാരുടെയും ജീവനെടുത്ത ദുരന്തം ബാക്കിവെച്ച ദൃക്സാക്ഷി കൂടിയായ രാജഗോപാൽ എന്ന മിൽമ ബൂത്തുടമയ്ക്ക് ആ ഓർമ്മകൾ ഇന്നും പേടിപ്പെടുത്തുന്നതാണ്. നടുക്കുന്ന സംഭവമാണ്, അതൊരിക്കലും മറക്കാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെയുള്ള നടുക്കുന്ന സംഭവമായിരുന്നു. വളരെ ഭയാനകമായ ഇത്. അത് പറയാൻ വേണ്ടിയിട്ടുള്ള ഇത് ഉണ്ടാവില്ല. അതിപ്പോൾ എത്ര കാലം കഴിഞ്ഞിട്ട് ചോദിച്ചാലും അത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് നടുക്കം മാറില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു. പെട്ടെന്ന് ഇത് പിറ്റേന്ന് ഉത്രാടം എല്ലാവരും അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു ഇതിന് തയ്യാറെടുക്കുന്ന സമയം, പിന്നെ ഇത് അവിചാരിതമായിട്ട് വരുന്ന ഇതാണല്ലോ ഇത്. അപ്പോൾ പിന്നീട് പിറ്റേന്ന് മുതൽ എല്ലാവരും മരിച്ചിട്ട് വരുന്ന ഉത്രാടായിട്ട് മുതൽ മരിച്ചിട്ട് വരുന്ന ഓരോരുത്തരായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട കൂട്ടർ മരിച്ചിട്ട് വരുന്ന ഇത്. പിന്നീടുള്ള ദുഃഖമായ ഇത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അന്ന് പിറ്റേന്ന് ഉത്രാടായതുകൊണ്ട് മിൽമ പാലുൽപ്പന്നങ്ങളും വിൽക്കുന്ന കടയായതുകൊണ്ട് അപ്പോൾ പിറ്റേന്ന് ഇത്. പിന്നെ ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിൻ്റെ റിസപ്ഷൻ. അതെല്ലാം കൊണ്ട് അങ്ങനെ നേരം വൈകിട്ട് കട പൂട്ടാൻ വേണ്ടി പോകുമ്പോൾ 10:45 സംഭവം. പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. പക്ഷെ എന്നാലും കുറച്ചൊരു മാനസിക നിയന്ത്രണം ഉള്ളതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസിലും പോലീസിലും ഫയർഫോഴ്സിലെല്ലാം വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള വീടുകളിലെല്ലാം പറയാനെല്ലാം ഉള്ളൊരു മനസാന്നിധ്യം അന്നേരം എന്തൊരു എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കിയില്ല. പൈസയുടെ ബാഗും പൈസ എടുത്തില്ല, സ്കൂട്ടർ എടുത്തില്ല. കുറേ ഓടി മാറി 100 മീറ്റർ മാറിയിട്ട് ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ പറ്റി. നാശനഷ്ടം പൂർണ്ണമായിട്ട് കട കത്തി നശിച്ച്. അന്ന് പിന്നെ കച്ചവടം ചെയ്ത് കിട്ടിയ കളക്ഷൻ എടുത്തില്ല. പിന്നെ ലൈസൻസും മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. രേഖകളെല്ലാം ബാഗിലുണ്ടായിരുന്നു, അതൊന്നും എടുത്തില്ല. പിന്നെ സ്കൂട്ടർ എടുത്തില്ല, സ്കൂട്ടർ കത്തി നശിച്ച്. മുഴുവനായിട്ട് കത്തി നശിച്ചു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീടിയൊന്നും ഇനി തുടങ്ങണ്ട, ഇനിയൊന്നും വേണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ ഈ പ്രദേശത്ത് മിൽമ കിട്ടാനില്ലാതെ കൊണ്ട് എല്ലാം കുറച്ച് ദൂരെ 1/2 കിലോമീറ്റർ അപ്പുറം പോകണം മിൽമയെല്ലാം കിട്ടേണ്ടിക്കില്ല. അപ്പോൾ എല്ലാവരും പ്രസ്സാക്കാൻ തുടങ്ങി. ആദ്യം മിൽമ എങ്ങനെയെങ്കിലും തുടക്കം പാല് മാത്രം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ മിൽമേൻ്റെ മാനേജറും എല്ലാം പറഞ്ഞ് അങ്ങനെ ഇതായി എന്നിട്ട് അവരെ സഹായങ്ങൾ കൊണ്ട് മിൽമ സ്റ്റാർട്ടാക്കി. പിന്നെ ഭയങ്കര വിഷമമായ എന്ന് പറഞ്ഞാൽ നിത്യം ഈ മരണപ്പെട്ട കൂട്ടർ മുഴുവനും നിത്യം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു, അവരെ വീടുകളായിട്ട് ബന്ധപ്പെടുന്നു എല്ലാം വളരെ ഇതായിരുന്നു. ആഗസ്റ്റ് 27-ാം തീയതി രാത്രി ചാലിയിലുണ്ടായ ടാങ്കർ ദുരന്തം നമ്മളെ ഏറെ വേദനിപ്പിച്ചതാണ്. 20 നമ്മുടെ സഹോദരങ്ങളാണ് മരിച്ച് പോയത്. ഒരു 5-6 പേർ ഇന്നും അവർ അധ്വാനിക്കാൻ കഴിയാതെ വീട്ടിൽ കാലും കൈയും പൊള്ളലേറ്റ് വളരെയേറെ വിഷമിച്ച് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ബാബുരാജ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഇന്ന് നല്ല പൊള്ളലേറ്റ് ഒരു കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരു കുടുംബത്തെ പോറ്റുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് കൈയും കാലും പൊള്ളലേറ്റത് കൊണ്ട് ആ കുടുംബം ഇന്ന് പട്ടിണിയലായ സ്ഥിതിയിലാണുള്ളത്. ഗവൺമെൻറ് സഹായം എന്ന് പറയുന്ന 2 ലക്ഷം രൂപയാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചത്. പക്ഷേ ആ 2 ലക്ഷം രൂപ കൊണ്ടൊന്നും ഒരു കുടുംബം രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. വാടകയ്ക്ക് താമസിക്കണം, സ്വന്തമായ വീടോ കിടപ്പാടമോ ഒന്നുമില്ലാതെ പാവപ്പെട്ട അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൻ്റെ
2 ലക്ഷം രൂപയുടെ 3 സെൻറ്റ് ഭൂമിയും കിട്ടി. അവിടെ വീട് പണി പൂർത്തിയാക്കാതെ കിടക്കുകയാണ്. അത്തരം കുടുംബങ്ങൾ വളരെ വേദനയോടുകൂടിയാണ് ഇന്നും കഴിയുന്നത്. അവരെ സഹായിക്കാൻ പര്യാപ്തമായ രീതിയിൽ ഗവൺമെൻറ് സംവിധാനങ്ങളൊന്നും ഇനി നിലവിലില്ല. അതുകൊണ്ട് തന്നെ ചാലിയിൽ ഓർമ്മിക്കുമ്പോൾ വേദനകൾ ഇന്ന് കടിച്ചിറക്കുകയാണ്. ഇതൊക്കെ ഉണ്ടായത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കൊണ്ടാണ് ചാലിയിൽ ഈ ദുരിതം ഉണ്ടായത് എന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്, അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് വളരെ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് എവിടെയായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരും ഇവിടെ ബന്ധപ്പെടുന്ന കൂട്ടമാണ്. പ്രമോദ് ഉറ്റ സുഹൃത്തായിരുന്നു. ഒരു ചാലക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയ മുതലേ അവനുമായിട്ട് നല്ല സുഹൃത്തായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഞാൻ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇവിടെ ഹോട്ടലൊന്നും തുറന്നില്ലെങ്കിൽ അവിടുത്തെ വീട്ടിൽ കയറിയിട്ട് പോയിട്ട് ചൂടുവെള്ളം ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്ന ഒരു ഇതാണ്. ചായ ചൂടുവെള്ളത്തിന് ചോദിക്കുമ്പോഴത്തേക്ക് ചായയാണ് കൊണ്ടുതരിക ദേവേച്ചി. അപ്പോൾ അങ്ങനെയുള്ള വീടുകളാണ് എല്ലാം. അങ്ങനെയുള്ള എല്ലാവരുമായിട്ട് അങ്ങനെ പെരുമാറുന്നതാണ്. അവരെല്ലാം ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം താൽക്കാലിക ഒരു മറവി നമ്മളൊരിങ്ങനെ സംഭവിക്കുക, അത്രേ ഉള്ളൂ. ഇനിയൊരിങ്ങനെയൊരു ദുരന്തം ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ചാനലുകാരോടും മറ്റുള്ള എല്ലാം ഇങ്ങനെ പറയുന്നത് തന്നെ. ഇല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ പറഞ്ഞറിയിക്കാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ നിങ്ങളാണ് അത് ചെയ്യേണ്ടത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അധികാരികളെ ബോധ്യപ്പെടുത്തിയിട്ട് ഇനി കേരളത്തിലെ ഇങ്ങനെയുള്ളൊരു സംഭവം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞാൽ ഇപ്പം മതുക്കോത്തിപ്പം ലോറി മറിഞ്ഞു. അതിന് മുന്നേ പിന്നെ മാഹിയിൽ 4 ടാങ്കർ ലോറി അയാൾ മദ്യവെച്ചെടുത്ത് ഡ്രൈവർ മദ്യവെച്ചിട്ട് ഇതെല്ലാം ഇപ്പം പേപ്പറിൽ കാണുമ്പോൾ നടുക്കാണ്. മൊത്തം ഈ ഗ്യാസ് ടാങ്കർ കാണുമ്പോൾ പേടിയാണ്. നമ്മൾ കേരളത്തിൻ്റെ ഒരു സ്വഭാവം, കേരളത്തിൻ്റെ ഒരു നാഷണൽ ഹൈവേയുടെ ഒരു സ്വഭാവം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നഗരമോ ഗ്രാമമോ എന്ന വ്യത്യാസമൊന്നുമില്ല. ഇപ്പം എല്ലാ പാതയുടെ ഇരുവശത്തും വലിയ തോതിലുള്ള ജനവാസമുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ ഇതിൻ്റെ സ്ഥിതി മറിച്ചായിരിക്കും. അപ്പോൾ കേരളത്തിൻ്റെ ദേശീയപാത, പ്രത്യേകിച്ച് ഉത്തര മലബാറിലെ ദേശീയപാത, ആ ദേശീയപാതയുടെ നിലവാരത്തിനനുസരിച്ച് ഒരിക്കലും ഉയർന്നിട്ടില്ല. ഇപ്പോഴും നമുക്ക് 4 വരി പാത സ്വപ്നമാണ്. വേണ്ടത്ര മറ്റ് സിഗ്നൽ ബോർഡുകളില്ല. അങ്ങനെ വളവുകൾ, തിരിവുകൾ ഒട്ടേറെയുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റണം. ദേശീയപാതയുടെ നിലവാരത്തിലേക്ക് നമ്മുടെ ചെക്ക് പോസ്റ്റ്, വടക്കുള്ള ചെക്ക് പോസ്റ്റ് മുതൽ അറ്റ്ലീസ്റ്റ് കുറ്റിപ്പുറം വരെയെങ്കിലുമുള്ള റോഡ് അടിയന്തരമായി വീതി കൂട്ടി നവീകരിക്കേണ്ടതുണ്ട്. അത് ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. 500 രൂപ പിഴയടച്ചാൽ ഒരു ഒറ്റ ഡ്രൈവറുമായി എത്ര ദിവസം വേണമെങ്കിലും കേരളത്തിലൂടെ ഒരു ടാങ്കർ ഓടിച്ചു കൊണ്ടുപോകാം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ദുരന്തത്തിലേക്കുള്ള മറ്റൊരു തുറുപ്പുശീട്ട് കൊടുക്കലാണ്. അപ്പോൾ അതിന് നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് നിയമം ഭേദഗതി ചെയ്യണം. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. ഈ ടാങ്കർ എന്ന് പറയുന്നത് പകൽ മുഴുവൻ ഇയാൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് കിടന്നുറങ്ങി രാത്രി ഒരു 12 മണിക്കൂറിൻ്റെ അടുത്ത ലക്ഷ്യം സ്ഥാനം എങ്ങനെയെങ്കിലും എത്തിപ്പെടാനുള്ള ഓട്ടത്തിലാണ്.
അപ്പോൾ നമ്മുടെ റോഡിൻ്റെ നിലവാരം വളരെ മോശമാണ്. അതിന് പുറമെ ഉറക്കം വിളിച്ചുള്ള ഈ യാത്ര, ഒറ്റയ്ക്കുള്ളൊരു യാത്ര, അത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അന്ന് തന്നെ ഈ ചാല ടാങ്കർ ദുരന്തം നടന്ന സമയത്ത് തന്നെ നമ്മുടെ ഗ്യാസ് ടാങ്കറുകളുടെ പോക്കുകളെക്കുറിച്ച് അന്നത്തെ മന്ത്രി തന്നെ, മുഖ്യമന്ത്രി തന്നെയാണെന്ന് തോന്നുന്നത്, എറണാകുളത്ത് ഇന്ത്യൻ ഓയിലിൻ്റെ റിഫൈനറിയിൽ നിന്ന് എത്രയോ കണ്ടെയ്നറുകൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഇരട്ടി കണ്ടെയ്നറുകൾ ഗ്യാസുമായിട്ട് മംഗലാപുരം വഴി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ശാസ്ത്രീയമായി എങ്ങനെ വിന്യസിക്കാൻ പറ്റും? കേരളത്തിൻ്റെ ഉപഭോഗം എന്താണ്? ആ ഉപഭോഗം അനുസരിച്ച് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാചകവാതകം കേരളത്തിൽ തന്നെ പരമാവധി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു എണ്ണക്കമ്പനികൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ നമ്മുടെ കേന്ദ്ര സർക്കാർ തലത്തിലുള്ളൊരു നടപടികൾ ഉണ്ടായാൽ മാത്രമാണ് ഇതിന് മറ്റൊരു പരിഹാരം എന്ന് പറയാവുന്നത്. കാരണം കണ്ടെയ്നേഴ്സിൻ്റെ യാത്ര കുറക്കാൻ കഴിയും. ഇവിടുത്തെ നഷ്ടം എത്ര പണം കൊടുത്താലും തിരിച്ചു കിട്ടൂല. ഒരു കുടുംബത്തിലെ 5 പേരാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാവുന്നത്. അതുപോലെ ചില കുടുംബത്തിലെ 3 പേര് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരുണ്ട്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അനാഥരെ പോലെ ജീവിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ എത്ര ലക്ഷം കൊടുത്താലാണ് മതിയാവുക? ഇതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശാശ്വതമായ പരിഹാരം. ഇതുപോലുള്ളൊരു ദുരന്തം ഇനി കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല. നമ്മൾ ഇത്രയധികം ദുരന്തം ഉണ്ടായിട്ടും ഈ രാത്രിയിൽ ഒറ്റ ഡ്രൈവറെ വെച്ചിട്ടാണ് ടാങ്കർ ലോറി ഓടുന്നത്. നമ്മുടെ നാട്ടുകാർ പല പ്രാവശ്യം ഇത് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് പോലീസും ജില്ലാ കളക്ടറടക്കം വന്നിട്ടാണ് ഇത് വിട്ടത്. ഇതിൻ്റെ ശാശ്വത പരിഹാരം കേരളത്തിലെ റോഡുകളിൽ ഈ ടാങ്കർ ലോറി ഓടുമ്പോൾ ജനങ്ങൾക്ക് സുരക്ഷ വേണം. അതാണ് അധികാരികൾ ആലോചിക്കേണ്ടത്. ചാലയിലെ ദുരന്തത്തിൻ്റെ ആദ്യം തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു സിഗ്നൽ പോലും ഇല്ലാത്ത ഡിവൈഡറുകളാണ്. ഇപ്പോഴും അനേകം ഡിവൈഡറുകൾ പല സ്ഥലങ്ങൾ നമ്മുടെ റോഡുകളിലുണ്ട്. അതേപോലെ വേണ്ടത്ര മുൻകരുതലുകളോ ബോർഡുകളോ ഇല്ലാത്ത വളവുകൾ, തിരിവുകൾ, പാലങ്ങൾ, അങ്ങനെയുള്ള ഒട്ടേറെ. അപ്പോൾ ഇതൊക്കെ യഥാസമയം അത് നടപ്പിലാക്കുന്നു, അത് നടപ്പിൽ വരുത്തുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം അധികൃതർ ഏറ്റെടുക്കണം. അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ചാലയിൽ സംഭവിച്ചത്. ഇത് ഇന്നലെ ചാല, നാളെ കേരളത്തിൻ്റെ ഏത് റോഡിലും ഇത് സംഭവിക്കാം. ചാലയിൽ വെന്തുനീറിയ 20 ജീവിതങ്ങൾ ഗതാഗത സുരക്ഷാ നിയമങ്ങൾ പാലിക്കപ്പെടാത്തതിൻ്റെ രക്തസാക്ഷികൾ കൂടിയാണ്.